ഒരാളോട് ഇങ്ങനെ പെരുമാറി ഈ രൂപത്തിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരുടെ എന്തൊക്കെ ഉണ്ടാവും? അവിടെ നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ പലതും നമ്മോട് പറഞ്ഞു. നമ്മളൊന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ അതിനെപ്പറ്റി ഇതിൽ പ്രക്ഷേപണം പോലും ചെയ്തിട്ടില്ല. നമുക്ക് താല്പര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒത്തിരി കാലങ്ങളിലെ പരിശ്രമവും കഷ്ടപ്പാടുമാണ്. അയാൾ നേരാമണം നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. അയാൾ നെഗറ്റീവായിട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ ബിസിനസ് രീതിയിൽ കൊണ്ടുപോകുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ശിക്ഷ ഇവിടുന്ന് തന്നെ വാങ്ങിയിട്ട് പോകേണ്ടി വരും. കാരണം നമ്മളെ കൺമുന്നിൽ ഒത്തിരി, കാരണം അവസാന ക്ഷേത്രത്തിൻ്റെ കാവക്കാരനാണ് നമ്മൾ. എത്രയോ ഇങ്ങനത്തെ അഭ്യാസികൾ അവിടെ വന്നിട്ട് കഴിഞ്ഞിട്ട് പോയതാണ്. അതൊക്കെ കണ്ട് മടുത്തിട്ട് വന്നതാണ് നമ്മളിങ്ങോട്ട്. ഇതിലും വലിയ അഭ്യാസികളാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെട്ടിത്തുറന്ന് പറയാൻ അറിയായിട്ടൊന്നുമല്ല, പേടിച്ചിട്ടുമല്ല. ആരും നമ്മൾ ചെലവിനല്ല നമ്മൾ ജീവിക്കുന്നത്. അതിനുള്ള പേടിയുമില്ല, അതിനുള്ള പ്രയാസവുമില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകവും പുറവും ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തതാണ്. ഇത് അവസാനത്തെ അവസരമാണ്. ഈ അവസരത്തിൽ നിന്നും അദ്ദേഹം പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് വരാൻ വേണ്ടി പോകുന്നത് അതിലും വലിയൊരു അനർത്ഥമായിരിക്കും. അവിടെ നമ്മളെ സഹായിക്കാതുകൊണ്ടോ നമ്മളെ ഇത്ര ദൂരം, കാരണം അവർ ചിന്തിക്കേണ്ട കാര്യം എത്ര കിലോമീറ്റർ, ചെറിയ കിലോമീറ്റർ അല്ല, അത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത് അദ്ദേഹത്തിന് അവിടെ വന്നപ്പം ചിത്രീകരിക്കാനുള്ള പെർമിഷനും ചോറും തന്നില്ലേ. പിന്നെന്നാ വേണ്ടതെന്ന് വെച്ചേ, ചിത്രീകരിക്കാനുള്ള പെർമിഷനും ചോറും തന്നില്ലേ. ഞാൻ ഇവിടെ മധുരയിൽ പോയിട്ട് എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. യൂട്യൂബർമാർ ഇതുപോലെ തന്നെയാണ് ഓരോ സ്പോൺസറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ സമയം വരെ നമ്മൾ എത്രയോ ക്ഷേത്രങ്ങൾ ചിത്രീകരിച്ചു. നമുക്ക് എന്ന് വെച്ചാൽ കുറച്ച് ആദ്യ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ മാത്രം നമ്മൾ ചോദിച്ചില്ല. കാരണം അപ്പോൾ ആ സമയത്ത് നമുക്ക് സഹായിക്കാൻ വേണ്ടി സ്പോൺസറുണ്ട്. ഇപ്പോൾ അതില്ല. അപ്പോൾ നമ്മളത് ചോദിക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഗുരുനാഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല രീതിയിലും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മടിയൊന്നും കാണിക്കാതെ യാത്ര ചെയ്യുക, കാര്യങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുക, നല്ലതും ചീത്തയും മനസ്സിലാക്കി കൊടുക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതും ചീത്തയും ഇവിടുന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് നമുക്ക് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ ആ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വെളിപ്പെടുത്താത്തത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഭയപ്പെട്ടോണ്ടും കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് മറ്റുള്ള ക്ഷേത്രങ്ങൾ ചിത്രീകരിക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിക്കാതെ വന്നു പോയി വരും. സാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ അവർ തടസ്സം നിൽക്കാനോ പിടിക്കാനോ ഒന്നും സാധിക്കില്ല. അത് വേറെ കാര്യം. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സംരംഭമാണ്, ഒരു ആരാധന കേന്ദ്രമാണ്. അവിടെ നമുക്ക് വരാൻ പാടില്ല, പോകാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. മനസ്സിലായോ? പിന്നെ അവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾ അവിടുത്തെ കമ്മിറ്റിക്കാരോട് അനുവാദം വാങ്ങാതെ നമ്മൾ ചിത്രീകരിക്കാൻ പോയത്, അപ്പോൾ നമ്മളത് സാമ്പത്തികമായി ചോദിക്കുമ്പോൾ അവർ കമ്മിറ്റിയിൽ കാണിക്കേണ്ടി വരും. അത് തികച്ചും തെറ്റൊന്നുമല്ല, ശരിയായ കാര്യങ്ങളാണ്. കാരണം ഒരാൾക്ക് മാത്രം തീരുമാനമെടുത്ത് ചെയ്യേണ്ട പ്രവൃത്തികളല്ല അത്. അപ്പോൾ കമ്മിറ്റി കൂട്ടായ്മയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനൊന്നും ഞാൻ വിമർശിക്കുന്നില്ല. പക്ഷേ അതിലൊരു ഹെഡ് എന്ന നിലയിൽ അദ്ദേഹത്തോട് നമ്മളെ ആവശ്യങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു.
നമുക്ക് നമ്മളായ കാര്യങ്ങളും വിഷയങ്ങളും സംസാരിക്കാം. നമ്മൾ വെറുതെ ഈ കഴിഞ്ഞ കാര്യത്തിനെ പറ്റി വെറുതെ വിമർശിച്ചിട്ടും അതും ഇതും പറത്തുന്ന ഒരു കാര്യമില്ല. പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. നമ്പർ 2 നമ്മൾ സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങൾ തേടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ ആ യാത്രയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ കൂട്ടായ്മയായിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ജോലി കിട്ടിയപ്പം ഓരോരോ പാട്ടിന് പോയി. ഇത് അവസാനം ഞാൻ എൻ്റെ നിലയിൽ മാത്രമായി. അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷെ നമ്മൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും നമുക്ക് അത് അത്യാവശ്യമായതുകൊണ്ടും നമ്മൾ അതിൽ അടിയുറച്ച് നിന്നു. കാരണം നമ്മൾ അതിൽ നിന്ന് തോറ്റ് പിന്മാറാൻ തയ്യാറല്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേരിലായിരുന്നു എല്ലാ ലോണും കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചാടിയിട്ട് പോകാൻ പറ്റുമോ? ചെറിയ പൈസ ഒന്നുമല്ല, 9.5 ലക്ഷം രൂപയാണ് കണ്ടായി. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എല്ലാം പൂർത്തീകരിക്കാൻ പറ്റും. ഇപ്പവും കടം ചെയ്തുകൊണ്ടിരിക്കുന്നത്, കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇതാണ് അവസ്ഥയുള്ളത്. ഒരു കോൺഫിഡൻ്റ്, ഒരു വിശ്വാസമുണ്ട്. കൂടെ നിങ്ങളുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് തളിപ്പറമ്പ് കേട്ടോ. ടൗൺ പ്രദേശത്തെല്ലാം ഇഷ്ടംപോലെ ക്ഷേത്രമുണ്ട്. പക്ഷേ വെച്ചാൽ നമുക്ക് അവിടെ പോകാനൊരു ഫീൽ ചെയ്യണ്ടേ? അതില്ലാതെ കൊണ്ടോ കയറാത്തത്. അല്ലാതെ വേറെ അവിടെ സൂപ്പർ പവറോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നും പറയാൻ നമ്മളവിടെ പോയാലും മാത്രമേ നമുക്ക് അറിയാൻ പറ്റും. കേട്ടോ, കൊണ്ടുപോകുന്നെന്ന് നമുക്കും അറിയില്ല. നമ്മൾ ഇതാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലം ദേവി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തേക്കാണ് നമ്മൾ ലക്ഷ്യം വെച്ച് പോകുന്നത്. നമുക്ക് നോക്കാം അതെവിടെയാണെന്ന്. ഇത് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും ചിത്രീകരണം കഴിഞ്ഞിട്ടൊന്നുമില്ല. അത് ഞാൻ ഒറ്റടിക്ക് വെച്ചാൽ ഇത് ഒത്തിരി പൂർത്തീകരിക്കാനും കഴിയില്ല. നേരെ കാണുന്ന തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം. ഓർഡർ വന്നു കേട്ടോ. ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും ഭഗവാൻ ദേവി ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെ യാത്ര ചെയ്യിപ്പിക്കുന്നത്. തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൽ നിന്ന് വിഷ്ണു ക്ഷേത്രമുണ്ട് പോലും അതിൻ്റെ അടുത്ത്. അതിലേക്ക് കൂടി യാത്ര ചെയ്യാനാണ് പറഞ്ഞത്, അവിടത്തേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ ഇവിടുന്ന് തെറ്റുക കേട്ടോ. ഇത് ആലക്കോട് പോകുന്ന റോഡാണ്, പക്ഷേ ഇവിടുന്ന് തെറ്റുക. തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രം ആണെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ആ പോകുന്ന വഴിയായത്.
നമ്മൾ മുമ്പോട്ട് രാജ്യരക്ഷാത്രം ചെയ്തിട്ട് നമ്മളെ വീഡിയോയിലുണ്ട്. എവിടെയും വളയും തിരിയൊന്നും വേണ്ട കേട്ടോ, നേരെ വിട്ടോളുക. ഒത്തിരി നമുക്ക് നല്ല ഫാമിലിയെ കിട്ടി. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ, അതായത് നമുക്ക് വഴിയും യാത്രയും എല്ലാം ക്ലിയർ ചെയ്താലും പറയാൻ വേണ്ടിയിട്ട് ഒരാൾ ക്ഷണിച്ചിട്ട് നമുക്ക് അതിനുള്ള വഴികൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പലപ്പോഴും പല ആൾക്കാരും ഇപ്പം പണ്ടത്തെ പോലെ ഒന്നല്ല, ചിലവർ ആ യാത്രക്ക് വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു തരാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ യാത്ര ആ ഒരു അവസ്ഥയിലല്ല യാത്ര പോകുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു പുഴേൻ്റെ സൈഡിലെത്തിയിട്ടുള്ളത്. ദേവിയാണ് സത്യം. ഞാൻ ഇത് പ്ലാൻ ചെയ്തിട്ടോ അല്ല എനിക്ക് മുൻകൂട്ടി അറിഞ്ഞിട്ടോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിയിൽ വരുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു അദൃശ്യ ശക്തി നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ട്രാവലിംഗ് വീഡിയോ കാണണം. നിങ്ങൾ കേൾക്കുന്ന സാധാരണ ഒരു ട്രാവലിംഗ് വീഡിയോ അല്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റും. നമുക്ക് ആ അറിവുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും. പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ കാഴ്ചകളും നമുക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും.